ഹലോ, എല്ലാവർക്കും സ്റ്റഡി വിത്ത് മീ നവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹരണക്ഷമത അഥവാ ടെസ്റ്റ് ഓഫ് വിസിബിലിറ്റിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യയെ 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്നീ സംഖ്യ കൊണ്ടൊക്കെ നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസാണ് അതിന് വേണ്ടത് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് 6 വരെയുള്ള സംഖ്യകളുടെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് ഏതാണ്? 2. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ തന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 514. ഈ 514 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കുക? അതായത് ഇപ്പോൾ തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ തന്നിട്ടുള്ള സംഖ്യ ഏതാണ്? 514. ഈ 514 അവസാനത്തെ അക്കം എന്താണ്? 4. അപ്പോൾ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കണം എന്നുണ്ടെങ്കിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ അതായത് തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ആ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പം നമ്മളുടെ ഈ എക്സാമ്പിളായി തന്നിട്ടുള്ള ഈ 514 ഇതിൽ ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? അക്കം എന്ന് പറയുന്നത് ഏതാണ്? 4. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? 3. അതായത് തന്നിട്ടുള്ള സംഖ്യയെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് സംഖ്യ നമുക്ക് എടുക്കാം. 213 എന്നൊരു സംഖ്യ എടുക്കാം. ഇതിന് നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്നാണ് നോക്കണ്ടേ. അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒന്നല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 3ൻ്റെ ഗുണിതമോ ആയിരിക്കണം. മനസ്സിലായോ? എങ്ങനെയാണ്? സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3 3ൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ തന്നിട്ടുള്ള സംഖ്യ ഏതാണ്? 213. ഈ 213ൻ്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 2 + 1 + 3 ആണ്. എത്ര നമുക്ക് വരിക? 6. ഈ 6 എന്ന് പറയുന്നത് എന്താണ്? 3ൻ്റെ ഗുണിതമാണ്. ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 4. തന്നിട്ടുള്ള സംഖ്യയെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്കൊരു എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് എന്താണ്? 0 ആവുകയോ, അതായത് തന്നിട്ടുള്ള സംഖ്യയുടെ ഇപ്പോൾ 500 നമുക്ക് തന്നു. ഈ തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. പിന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 അക്കം ചേരുന്ന സംഖ്യ 4ൻ്റെ ഗുണിതമാവുകയോ ചെയ്താൽ, അപ്പോൾ ഈ 520 എന്ന് പറയുന്ന സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്നാൽ എന്താ വരിക? 20. ഈ 20 എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ 520 എന്ന് പറയുന്നത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഓക്കെ, കണ്ടീഷൻസ് മനസ്സിലായില്ലേ? തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 അക്കം 0 ആയാൽ, പിന്നെ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്നാൽ 4ൻ്റെ ഗുണിതമാവുകയും ചെയ്താൽ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് 5. തന്നിട്ടുള്ള സംഖ്യയെ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? സംഖ്യയുടെ അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 5 ആയാലും മതി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 320. ഇതിൽ സംഖ്യയുടെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് എന്താണ്? 0 ആയതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. പിന്നെ 325. സംഖ്യയുടെ അവസാനത്തെ അക്കം എന്താണ്? 5 ആയതുകൊണ്ട് 5 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ 0യോ 5 ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി അടുത്തത് 5. അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്നത് ഏതാണ്? തന്നിട്ടുള്ള സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതിൻ്റെ റൂളാണ് നോക്കുന്നത്. അതെന്താണ്? നമുക്ക് തന്നിട്ടുള്ള സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കണം.
അല്ലെങ്കിൽ എന്താണ് 3ൻ്റെ ഗുണിതമായിരിക്കണം. 6 കൊണ്ട് നിശേഷം ഹരിക്കാനുള്ള റൂൾ എന്താണ്? ഇരട്ട സംഖ്യ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് 3ൻ്റെ ഗുണിതവും ആയിരിക്കണം. മനസ്സിലായോ? അപ്പം അതിന് ഉദാഹരണം എന്താണ് നമുക്ക് പറയാം? 702 എന്ന് പറയാം. ഇതിലെന്താണ് 2 എന്ന് പറയുന്നത് എന്താണ്? ഇരട്ട സംഖ്യയാണ്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ് 3ൻ്റെ ഗുണിതവുമായിരിക്കണം. ഇതെന്ന് പറയുന്നത് എന്താ? 702 എന്ന് പറയുന്നത് എന്താണ്? 3ൻ്റെ ഗുണിതവുമായിരിക്കണം. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് വരുന്നതെന്ന്? സംഖ്യ 6 കൊണ്ട് നിശേഷമായിരിക്കാൻ എന്താണ്? ഇരട്ട സംഖ്യ ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ് 3ൻ്റെ ഗുണിതവുമായിരിക്കണം. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 7, 8, 9, 10, 11 എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ബൈ.